നമ. ഇന്ന് ഋഷിപഞ്ചമി. ഋഷിപഞ്ചമിയിലെ മഹാത്മ്യങ്ങളെ കുറിച്ച് കേൾക്കാം. ഹൈന്ദവ ആഘോഷങ്ങളിൽ പഞ്ചമി നാളിന് ഏറെ പ്രാധാന്യമുണ്ട്. പഞ്ചമി എന്നാൽ അഞ്ചാമത്തെ ദിവസം എന്നാണ് അർത്ഥം. ജ്യോതിഷ പ്രകാരം പൗഷപാദ മാസത്തിലെ ശുക്ലപഞ്ചമി മധ്യാഹ്നത്തിൽ വരുന്ന ദിവസം സ്ത്രീകൾ രജദോഷ പായ്ക്യത്തിനായി വ്രതം അനുഷ്ഠിക്കണമെന്നാണ് പറയപ്പെടുന്നത്. നേപ്പാളിലെ ഹൈന്ദവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷമാണ് ഋഷിപഞ്ചമി. നേപ്പാളിൽ ഈ ഉത്സവം പ്രധാനമായും സ്ത്രീകളുടെ ആഘോഷമായാണ് ആഘോഷിക്കുന്നത്. തിജ് എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. നല്ല ഭർത്താവിനെ കിട്ടുക എന്നതാണ് ഇതിന്റെ പ്രധാനമായ ഉദ്ദേശം. സ്ത്രീകളുടെ ഒരു ആഘോഷമാണ് ഇത്. ചിലപ്പോഴൊക്കെ ഇത് സ്ത്രീ സ്വാതന്ത്ര്യത്തിനുള്ള ആഘോഷമായി മാറാറുണ്ട്. ജൈന മതക്കാർക്കും ഈ ദിവസം വളരെയേറെ പ്രാധാന്യമുള്ളതാണ്. അവർ ഇതിനെ ജ്ഞാനപഞ്ചമി എന്നാണ് വിളിക്കുന്നത്. ഭദ്രപാദ മാസത്തിലെ ശുക്ലപക്ഷ പഞ്ചമിയാണ് ഋഷിപഞ്ചമി എന്നറിയപ്പെടുന്നത്. അന്ന് സപ്തഋഷികളെ പൂജിക്കേണ്ട ദിവസമെന്നാണ് വിശ്വസിക്കുന്നത്. സപ്തഋഷികൾ എന്നത് ഹൈന്ദവ പുരാണത്തിലെ 7 മഹർഷിമാരെ സൂചിപ്പിക്കുന്നു. ഓരോ മന്വന്തരത്തിലും ധർമ്മം പുനഃസ്ഥാപിക്കാൻ അഭിവർത്തിക്കുന്ന ഈ ഋഷിമാരുടെ പേരുകൾ ആകാശത്തിലെ നക്ഷത്രരാശികൾക്കും നൽകാറുണ്ട്. മാരീചി, ആത്രി, അംഗരസ്, പുലഹൻ, പുലസ്ത്യൻ, ക്രതു, വിശിഷ്ട എന്നിവരാണ് ഈ സപ്തർഷികൾ. കർമ്മങ്ങളിലൂടെ വന്നുപോയ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം അനുഷ്ഠിക്കുന്ന ദിവസമാണ് ഋഷിപഞ്ചമി എന്നതാണ് മറ്റൊരു വിശ്വാസം. ഋഷിപഞ്ചമി ദിവസമാണ് വിശ്വകർമ്മ ജയന്തിയായി ആഘോഷിക്കുന്നത്.